ഓക്കെ. അപ്പോ എല്ലാവരും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ മെഡിറ്റേഷൻ പറഞ്ഞ സമയം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാട്ടോ. എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മേ ബി ചിലർക്കൊക്കെ മെഡിറ്റേഷനിൽ തന്നെ എന്തെങ്കിലും പെയിനോ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനിലൂടെ കൂടെ തന്നെ അതിൽ റിലീഫ് കിട്ടും. ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസിൽ കണക്ട് ചെയ്തുള്ള ഒരു മെഡിറ്റേഷനാണ്. സബ് കോൺഷ്യസിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ്. നമ്മുടെ എന്തോ ഡിഫിക്കൽറ്റി ഉണ്ട് അതിനെ പുറത്തേക്ക് കളയുകയാണ്. കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി അത് പുറത്തേക്ക് കളഞ്ഞതാണ്. ഓക്കേ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലെന്ന് വിചാരിക്കുന്നു. സുഖം തന്നെയല്ലേ? നമുക്കിതൊന്ന് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്, പണ്ട് ഉണ്ട് ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയെ കുറിച്ചിട്ട്. അതായത് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് എൻ്റെ ഒരു പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, സെൽഫ് ലവ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം. അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. നല്ല രസകരമായ ടാസ്കോടെ എൻജോയ് ചെയ്ത് എല്ലാവരും പോകാണ്. അപ്പം അത് ശരിക്കും നിങ്ങൾ മിസ് ചെയ്യണം. കാരണം അത്രയ്ക്ക് നല്ല ടാസ്കുകളാണ്, രസകരമായിട്ടാണ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറെ ഹീലിംഗ് ടാസ്കിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുഞ്ഞു കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം ശരിക്കും നമ്മൾ ആ ഒരു സെൽഫ് ലവിനകത്ത് പറയുന്നത് പോലെ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് അക്യുപങ്ചറിന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കെയർ ചെയ്യുന്ന സന്ദർഭങ്ങളും കെയർ ചെയ്യാത്ത അവസരങ്ങളും ഒക്കെ ഉണ്ട്. ചില സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നമ്മൾ നിർബന്ധിച്ച് ആരുടെയെങ്കിലൊക്കെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ശരിക്കും ഇന്ന് ഞാന് നാട്ടിൽ നിന്ന് കുറച്ച് സമയം 8:30 കഴിഞ്ഞു. എന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് എത്തിയത്. കാറിൽ വെച്ചിട്ടാണ് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുമായിരുന്നു. അയ്യോ, പ്രോഗ്രാമിന്റെ ടൈമായി, ഞാൻ എത്തിയില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ ഇന്ന് വളരെ കൂളായിട്ടാണ് 8:30 ടു 5 മിനിറ്റ്സ് ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ലേമറേറ്റിൽ നിൽക്കുവാണ് എന്റെ ഗൈഡിനെ കാണാനായിട്ട്. അപ്പൊ അവിടെ നിന്ന സമയവും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു 8:30 ആകുന്നു, വേഗമാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വേഗം കണ്ടിട്ട് വരാമെന്ന് കരുതി ഞാൻ ഗൈഡിനെ കണ്ട് സംസാരിച്ച് ഗൈഡ് ഞാൻ പോവുകയാണ്. ഗൈഡിനോട് എന്റെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് പെട്ടെന്ന് കുറച്ച് എന്തൊക്കെയോ ഓർമ്മ വന്നതൊക്കെ ഷെയർ ചെയ്ത് ഗൈഡ് ഭയങ്കര ഹാപ്പിയായി എന്നെ ബ്ലെസ് ചെയ്തു. അപ്പൊ ഞാൻ ആ ഒരു ബ്ലെസ്സിംഗ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്ന വഴിക്ക് പെട്ടെന്ന് ലാപ്പൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നിട്ട് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പണ്ടത്തെ ഞാനായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹറിബറി ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താലോ എന്നുവരെ ആലോചിച്ചേനെ. പക്ഷെ ഞാൻ ഇത്രയും കൂളായിട്ടും ഇത്രയും കാമായിട്ടും ഇരിക്കുന്നതിന് കാരണം വെച്ചാൽ എന്റെ ഉള്ളില് അത്രയും കാംനെസ് എനിക്ക് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ്, എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എന്റെ ചുറ്റുപാടും എനിക്ക് ആ ഒരു കാംനെസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത് പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പുറത്ത് കാണുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഫസ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കേണ്ടതെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് പലപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചലഞ്ചസ് ആയിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈഗോ സെൽഫ് നമ്മളെ നന്നാവാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചതാണ്. കാരണം നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ വെറും കെട്ടുകഥകൾ എന്നൊക്കെ പറയത്തില്ലേ? അനുഭവിച്ചില്ലെങ്കിൽ അത് പറയുന്നതല്ലേ കെട്ടുകഥകളാണ്. ശരിക്കും എല്ലാവരും വിചാരിക്കും ഞാൻ പണ്ട് തൊട്ടേ ജനിച്ചപ്പോഴേ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇത്രയും സ്മാർട്ട് ആയിട്ടാണ്. ഞാൻ ഇത്രയും സ്മാർട്ട് ഒന്നും അല്ലായിരുന്നു. ഞാൻ ഭയങ്കര ലേസി ആയിട്ട് ഞാൻ എന്നെ ഒരു സെൽഫ് കെയറും ഇല്ലാതെ ഭയങ്കര മടിച്ചിയായിരുന്നു ശരിക്കും ഞാൻ. ഞാന് ഇത്രയൊക്കെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചിരുന്നത് ജോലിക്കൊന്നും പോകണ്ട, വെറുതെ വീട്ടിലെ കുക്ക് ചെയ്ത് പിള്ളേരൊക്കെ നോക്കിയിരിക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായത് എന്റെ നെഗറ്റീവ്സ് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ്. ഇപ്പോഴും ഞാൻ ഓരോന്ന് ക്ലിയർ ചെയ്ത് ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല ഇപ്പോഴും. സ്റ്റിൽ ഐ എം നോട്ട് പെർഫെക്റ്റ്. ഐ വാണ്ട് ടു ബിക്കം എ പെർഫെക്റ്റ് വൺ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അഹങ്കാരം കൊണ്ട് പറയണം. ശരിക്കും ഞാൻ അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല. ചില ആളുകൾ പറയാറുണ്ട് പഠിച്ചു തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ബുക്സ് വായിക്കുക സ്റ്റഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഓരോ ആളുകളെയും ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ കാണുന്ന നിങ്ങളിലൂടെ ഞാൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ക്ലാസ്സുകൾ ഞാൻ മിസ്സാകാതെ എടുക്കുന്നതും എനിക്ക് നിങ്ങളിലൂടെ പലതും പഠിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്തും നമ്മൾക്ക് കിട്ടുന്ന നോളജ് നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും ചില ആളുകൾ പറയുന്നു എനിക്ക് 60 വയസ്സൊക്കെ ആയില്ലേ ഇനി എപ്പോഴാന്ന് കരുതിയിരിക്കുകയാണ്. ശരിക്കും ഏജ് ജസ്റ്റ് നമ്പർ മാത്രമാണ്. നമുക്ക് 10 വയസ്സായോ 60 വയസ്സായോ 70 വയസ്സായോ നമ്മൾ കേറേണ്ട ആവശ്യമില്ല. നമ്മുടെ സെൽഫിനെ നമ്മൾ ഹാപ്പി ആക്കി വെക്കുക. നമ്മൾ മരിക്കുന്ന നിമിഷം വരെ ഇപ്പൊ വേണമെങ്കിലും ഞാൻ മരിച്ചാലും ഞാൻ ഹാപ്പി ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 90% ഹാപ്പി ആയിരിക്കും ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ സെൽഫിനെ ഞാൻ എപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം ഈ കേൾക്കുന്ന ഓരോ ആളുകളും. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യുക. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് ബഹുമാനം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും കെയർ ചെയ്യുന്നില്ല, നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ മേ ബി നമ്മൾ പറയാം. പക്ഷേ നമ്മൾ ആ ഓരോ അവസരങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. നിങ്ങളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് നിങ്ങൾ അത് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളവർ നിങ്ങളെ കെയർ ചെയ്തോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ മാത്രം തേടി പോവുക. അപ്പം മടിച്ചിയായിരുന്ന ഞാൻ എന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് ബാക്കിയുള്ളവർ എന്നെ സ്നേഹിക്കാനും കെയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും മേ ബി നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളാകാം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾ. പിന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഹാപ്പിനെസ്, നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യാന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. അത് ഞാൻ സ്കിപ്പായി അടുത്ത ടോപ്പിക്ക്. നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യാന്നുള്ളത് നമ്മൾ ശരിക്കും അക്യുപഞ്ചർ രീതി അനുസരിച്ച് നമ്മൾ പറയുന്നത് വെച്ചാൽ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ വിശപ്പ് എന്ന് പറയുന്നത് നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി തരുന്ന ഒരു സിഗ്നൽ ആണ്. വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നതിന് തുല്യമാണ്. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളെ കെയർ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് നമ്മളുടെ ബോഡിയിൽ എന്താണോ ആവശ്യം. നമ്മുടെ കുട്ടികള് ചില സമയം അമ്മ ഇച്ചിരി വെള്ളം തരുമോ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ വേഗം വെള്ളം എടുത്തു കൊടുക്കും, അല്ലേ? അതല്ല, നമ്മുടെ കുട്ടികൾ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുക എനിക്കത് വേണം എന്ന് പറയുന്ന സമയം നമ്മൾ വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാതെ മോനെ ഇന്ന് വെള്ളം കുടി എന്ന് നിർബന്ധിച്ച് വായിൽ ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്. അവരെ നമ്മൾ ഉപദ്രവിക്കുന്ന തുല്യമാണ്. അപ്പൊ അതുപോലെ വേണം നമ്മളെ നമ്മൾ കെയർ ചെയ്യാനും. നമ്മുടെ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ 4G റോൾ എന്ന് പറയുന്നത്. നമുക്ക് വിശക്കും ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വിശപ്പ് തോന്നുന്ന സമയത്ത് എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ആവയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഏജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് നമ്പർ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടി കരയാണ് വിശക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ വിശക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക. അതുപോലെ ദാഹിച്ചിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ കുട്ടി ടയേർഡ് ആവുന്ന സമയത്ത് വിശ്രമിക്കുക. ഇത് നേരത്തെ കിടന്നുറങ്ങുക. ഇതാണ് നമ്മുടെ 4G റൂൾ. ഇതൊരു കുട്ടികളുടെ രീതിയിൽ ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കഥയുടെ രൂപത്തിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കുട്ടിയായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടിയായിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും അനുസരിക്കുമല്ലോ നമ്മുടെ 4G റൂള്, അല്ലേ? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് ഓർത്താൽ മതി. നമ്മുടെ ഉള്ളിലെ കുഞ്ഞു കുട്ടി, അതായത് ഹെൻറി ജോൺസൺ സാറ് SP റിട്ടയർഡ് SP ആണ്. അപ്പൊ സാറാണെങ്കിലും ഭയങ്കര എയർ പിടിച്ച് ഭയങ്കര എന്താ പറയണ്ടേ, ബഹുമാനത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു SP എന്ന് പറയുന്ന ഒരു ഇതിലിരിക്കുന്ന സമയത്തും ആ ഉള്ളിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. മീൻസ് ആ സാറിന്റെ അച്ഛനും അമ്മയും സാറ് വിളിച്ച മോനെ ഹെൻറി എന്നല്ലേ. അപ്പം നമ്മൾ വിളിക്കേണ്ടത് മോനെ അല്ലെങ്കിൽ മോളെ എന്നാണ്. രജനി മാം ആണെങ്കിലും രജനി മാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടീച്ചർ എന്നുള്ളൊരു പദവിയുടെ ഉള്ളില് ഒരു കുട്ടിയുണ്ട്. അപ്പം രജനി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടി ആ ഉള്ളിലുണ്ട്. ആ കുഞ്ഞു കുട്ടിയെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നു അത്രമാത്രം റിഫ്ലക്ഷൻസ് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫേസിലും ഉണ്ടാകും. പലപ്പോഴും നമ്മൾ നമ്മളെ കെയർ ചെയ്യാത്ത സന്ദർഭങ്ങളിലാണ് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകുക. ചില ചില ആളുകൾ പറയാറുണ്ട് വർഷങ്ങളായിട്ട് ഒരു 10-20 വർഷമായിട്ട് ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഭയങ്കര പെയിൻ ആണെന്ന് വിചാരിക്കാം. ആ പെയിൻ എന്ന് പറയുന്നത് പല പെയിനുകളും മനസ്സിന്റെ വേദനകളാണ്. അത് പലരും അറിയാതെ പോകാറുണ്ട്. അപ്പം ആ ഒരു മനസ്സിന്റെ വേദന ഉള്ള സമയം നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ, നമ്മളെ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ വേദന പോകും. കുറച്ച് മുമ്പാണെങ്കിൽ എനിക്ക് നല്ല പല്ലിന് വേദന, പക്ഷെ ഏത് പല്ലിനാ വേദന എന്ന് മനസ്സിലാകുന്നില്ല. എവിടെയോ ഒരു വേദന. ഞാൻ ഇന്നലെ മുതൽ തുടങ്ങിയ പെയിൻ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ അമുക്കിയൊക്കെ ഇങ്ങനെ പ്രശ്നമൊക്കെ നോക്കി എവിടെയാ വേദന എന്ന് അറിഞ്ഞാലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം.
അപ്പൊ എവിടെയാണ് വേദനയെന്ന് പോലും മനസ്സിലാകണില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, വേദന എടുക്കുന്നത് കുറെ തവണ വേദന എടുക്കുന്നു പറഞ്ഞപ്പോഴേക്ക് വേദന കൂടെ തുടങ്ങി. ഞാൻ പടച്ചവനെ, ഞാൻ തന്നെ പറയാണ് വേദന എടുക്കുന്നെന്ന്. മീൻസ് ഞാൻ തന്നെ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവാണ്. ആ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വേദന വന്ന്. ഇല്ല, ഐ എം ഹെൽത്തി. അതായത് ഞാൻ എന്റെ പെയിനെ ഞാൻ ഒന്ന് തൊട്ടു നോക്കിയപ്പോഴത്തേക്ക് ആ പെയിൻ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും നമ്മൾ വേദന എടുക്കുന്ന സമയത്ത് വേദന എടുക്കുന്നു പറയുമ്പോഴത്തേക്ക് നമ്മുടെ സബ് കോൺഷ്യസിൽ വേദന 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 എന്ന് മാത്രമേ കേൾക്കുള്ളൂ. എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ വേദന എന്ന് പറയുമ്പോൾ ആ വേദന ആ ഒരു സെൻസേഷൻ ആണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ല, നമ്മൾ പറയുകയാണ് വേദന എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആ വേദനയുടെ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ പല സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനുശേഷം പറഞ്ഞു, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം മോർ ഹെൽത്തി. ഞാൻ ഓരോ നിമിഷവും ആരോഗ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നിൽ ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. കുറെ സമയം കഴിയുമ്പോഴേക്കും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ സമയം ഇങ്ങനെ പറഞ്ഞാണ് ഉറങ്ങിപ്പോയത്. ആ ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ ആരോഗ്യവതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിലേക്ക് പോയത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്ന സമയത്തേക്ക് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ വേദന ഇപ്പൊ വേദനയും സ്വപ്നമായിരുന്നു എന്ന് പോലും ആയിപ്പോയി. കാരണം നമ്മൾ എപ്പോഴും നമ്മളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വേദനയാണെന്നുണ്ടെങ്കിൽ ആ വേദനയെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുവാണെങ്കിൽ അത് വേദന എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. അതുപോലെ തന്നെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പലരോടും പറയും, ഞാൻ വല്ലാത്ത ടെൻഷനാണ്, ഞാൻ വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷൻ, വല്ലാത്ത ഡിപ്രഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും തോറും ആ ഡിപ്രഷൻ, ഡിപ്രഷൻ ഉള്ള വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റെപ്പറ്റീഷൻ വരുന്ന സാധനം നമ്മുടെ സബ് കോൺഷ്യസിൽ സേവ് ആകുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നുമില്ല, അപ്പൊ പണത്തിന് എന്റെ കയ്യിൽ ക്യാഷില്ല, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബാക്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. അപ്പൊ ക്യാഷ് ഇല്ല എന്ന് എന്റെ കയ്യിൽ ഇല്ല. ഇല്ല, ക്യാഷ് ഇല്ല. അതായത് ആ സ്ട്രെസ്ഫുൾ ആയിട്ട് പറയുന്ന വേർഡ് ഇല്ല എന്നാണ്. നമ്മൾ ആ ഇല്ല എന്ന് വേർഡ് പറയുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നല്ലതായിട്ട് ഓപ്പോസിറ്റ് പറയാം, പണം എന്നിലേക്ക് വരുന്നു. പോകുന്നു എന്നല്ല, വരുന്നു എന്ന് പറ. വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ നമ്മൾ സൂക്ഷിച്ച് ചിന്തിക്കുക, സൂക്ഷിച്ച് സംസാരിക്കുക. കാരണം നമ്മളുടെ സംസാരവും നമ്മളുടെ ചിന്തകളുമാണ്, നമ്മളുടെ പ്രവൃത്തികളുമാണ് നമ്മളുടെ ലൈഫിനെ നയിക്കുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ കൂടുതൽ അതായത് നമ്മൾ ഓരോ കാര്യം നമ്മൾ പറയുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഓക്കെ ആണല്ലോ, പറയുന്നത് ഓക്കെ. നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കും, ഇത് ആവശ്യമില്ലാത്തതാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും പല പല ഒരുപാട് ഫേമസ് ആയിട്ട് പല ഓതേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ചിന്തകൾ, നമ്മൾ കൊടുക്കേണ്ട മാറ്റങ്ങൾ, നമ്മളിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിൽ നമ്മൾ സ്റ്റക്ക് ആയിരിക്കാൻ പാടില്ല. ആ പരാജയത്തിൽ നിന്ന് മാറാൻ വേണ്ടി, അതായത് ഒരു ചങ്ങലയാണ് പരാജയം, അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റിവിറ്റി, നമ്മളുടെ സങ്കടം, നമ്മളുടെ വേദനകൾ എന്ന് പറയുന്നത് പരാജയം എന്ന് വെച്ചൊരു ചങ്ങലയാണ്. ആ ചങ്ങല നമ്മളിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് സബ് കോൺഷ്യസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഫസ്റ്റ് ഈഗോ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പറയുന്നത് ഈഗോ സമ്മതിക്കുകയില്ല. ഇത്ര നാൾ ഇങ്ങനെയല്ല ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതിലെന്തോ കാര്യമുണ്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസിന് തോട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു തോട്ടിൽ ചേഞ്ചസ് വരുത്താൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് വിജയിക്കാൻ കഴിയും. കാരണം ഏജ് എന്ന് പറയുന്നത് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വിജയം എന്ന് പറയുന്നതിന് ഒരു ഏജ് ലിമിറ്റും ഇല്ല. മമ്മൂട്ടിയെ നോക്കൂ, ആ മനുഷ്യന് എത്ര വയസ്സുണ്ട്. ഇപ്പോഴും കണ്ടാൽ കോളേജ് കുട്ടികളുടെ റോള് പോലും പുള്ളി അഭിനയിക്കും. 60 70 വയസ്സുണ്ട് പുള്ളിക്ക്. എന്തവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത് എന്തുകൊണ്ടാണ് പുള്ളിയുടെ മുഖത്തിന് അത്രയും ഐശ്വര്യമുള്ളതും അത്രയും ആ ഒരു ജെനുവിറ്റി ഫീൽ ചെയ്യുന്നതും? അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും കുട്ടിത്തം ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് ശരിക്കും കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ
ഒരുപാട് ആളുകൾ വെച്ചാൽ നമ്മൾ സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ മൈൻഡ് പവർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ, അവർക്ക് കാംനെസ്സും സമാധാനം സ്വസ്ഥതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പല ആക്ടേഴ്സും പണ്ടൊക്കെ ഇന്റർവ്യൂവിൽ പറയും, നിങ്ങൾ വിചാരിക്കുന്ന അത്ര അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല ആക്ട് ചെയ്യുന്നത്, വളരെ സ്ട്രെസ്ഫുൾ ആണ്, ശരിക്കും മെന്റലി തന്നെ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ പോകാറുണ്ട്. ഇപ്പോഴത്തെ എത്ര ആക്ടേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്? വളരെ കുറവാണ്. കാരണം അവര് നല്ല രീതിയിൽ അവരുടെ മൈൻഡിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ മൈൻഡിനെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള പല എക്സസൈസുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് കൺഫേം ചെയ്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ, നമ്മുടെ വേർഡ്സിനെ ചെക്ക് ചെയ്യുക, എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓക്കെ ആയിട്ടാണ്, ഞാൻ സ്ട്രൈറ്റ് റൂട്ടിൽ തന്നെയാണല്ലോ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പം എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നമ്മളുടെ ലൈഫിൽ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ചെറിയ കാര്യമാണെങ്കിലും അത് വലിയ കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ സെൽഫ് ലവ് ചലഞ്ചിൽ നിന്നും ഇറങ്ങി വന്നാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ടച്ച് ഞാൻ ശരിക്കും ഈ 4G റൂളും ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു നിർത്താന്ന് എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതിനേക്കാൾ ഇരട്ടി എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവ് വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക. നെഗറ്റീവ് നോ, ഇല്ല, വേണ്ട, അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സും, അസുഖം എന്നുള്ള നെഗറ്റീവ് വേർഡാണ്, ദാരിദ്ര്യം നെഗറ്റീവ് വേർഡാണ്, എന്റെ കഷ്ടത നെഗറ്റീവ് വേർഡാണ്, കരയുക നെഗറ്റീവ് വേർഡാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ലൈഫിൽ യൂസ് ചെയ്യാതിരിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് നമ്മൾ പോലും അറിയാതെ ഇല്ലാതായി പോകുന്നതായിരിക്കും. അപ്പം ഇന്ന് മുതൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ സെഷൻ നല്ല അടിപൊളിയായിരുന്നല്ലോ അല്ലേ? ഞാൻ തന്നെ പറയാണ്. അപ്പം ഞാനിന്ന് സെൽഫ് ലവ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിന്ന് എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇറങ്ങി വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പോകുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് തമാശയും കളിയും, എന്റെ മക്കളാണ് അവരൊക്കെ. 60 വയസ്സൊക്കെ ആളുകളാണ് ഞാൻ എന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ ചിരിക്കുക, നല്ല രസമാണ് അവര് ചിരിക്കുന്നത് കാണാൻ. ആ ഒരു ഏജിലുള്ള ആളുകളെ, എന്നെ എത്രയും പ്രായമുള്ള എന്നെ മക്കളെ എനിക്ക് രസമാണ് അതിനകത്ത് ഇരിക്കുമ്പോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അത് മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചെക്ക് ചെയ്യണം. നാളെ മുതൽ നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും ചെക്ക് ചെയ്യുക. നമ്മൾ അസുഖം എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ ഇത് സെയിം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് ചില സമയം ഇങ്ങനെ പെയിൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ മാം പറഞ്ഞതുപോലെ വേദന ഞാൻ അതിനെ കെയർ ചെയ്യാറില്ല. കാരണം നേരത്തെ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കെയറിങ് ആയിരുന്നു. ഞാനിപ്പോ അതിനെ കെയർ ചെയ്തെടുക്കും. കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇരിക്കുന്ന വേദന ഉണ്ടായിരുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഞാനിപ്പോ അതങ്ങ് പ്രാക്ടീസ് ലൈഫിൽ അത് അപ്ലൈ ചെയ്തു, ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു ആണ്. അപ്പൊ അതുപോലുള്ള ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന വലിയ വലിയ സാധനങ്ങളാണ്. അപ്പം ഈ കിട്ടുന്ന ചെറിയ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്, ഇന്നത്തെ കാര്യം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 4G റൂള് പറഞ്ഞു, അതിന്റെ കൂടെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൻറി സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറിന്റെ ഉള്ള കുട്ടി ഇവിടെ ഉണ്ടോ സാർ? ആ, നല്ല ചിരി, ക്യൂട്ട് സ്മൈൽ, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ആ സെൽഫ് ലൈവ് നിന്ന് ഇറങ്ങാന്നുകൊണ്ടായിരിക്കും എനിക്ക് കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്, സത്യം. അപ്പൊ ഈ ഒരു സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ സാർ, ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടോ സാർ? കുറെ നാളായി സാറിന്റെ സെഷനിലേക്ക് കയറിയിട്ട്. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്കൂടെ കേൾക്കാറുണ്ട്. സാർ മ്യൂട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ സാർ, പറഞ്ഞോളൂ. വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അത് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിഷമങ്ങളും വേദനകളും ഇല്ലാതെ ആവും. തീർച്ചയായിട്ടും അത് വലിയൊരു മെസ്സേജാണ് ഡോക്ടർ തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ ഓഫാക്കി കുറെ ബിരുദന്മാരൊക്കെ ഇരിപ്പുണ്ട്, ആരാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഇനി വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
യെസ് മാം പറഞ്ഞോളൂ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ആക്കിയിട്ട് സംസാരിച്ചോളൂ. നെറ്റ്വർക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇത് കേൾക്കുന്നവർ വീണ്ടും പിന്നീട് റെക്കോർഡിംഗ് കേൾക്കുന്നവരാണെങ്കിൽ ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Good night. Good night, ma'am.